നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ചന്ദ്രമതി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ദൈവമേ, ഇനി അമ്മ എന്തൊക്കെയാ സുധിയോട് ചോദിക്കാൻ പോകുന്നത്? സുധി എന്തേലും വിട്ടു പറയുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ സുധിയുടെ അടുത്ത് എന്നിട്ട് അച്ഛൻ ചോദിച്ചു, എടാ നിനക്കിത് എന്ത് പറ്റി? നിന്റെ മുഖമൊക്കെ ആകെപ്പാടെ വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല അച്ഛമ്മേ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വർഷ പ്രഗ്നന്റ് ആയി. നിനക്കൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ അച്ഛമ്മ ഞാൻ. എടാ, എന്തിനാ ഇനി വെച്ച് താമസിപ്പിക്കുന്നേ? ഇനി അവള് പറഞ്ഞോ ഇപ്പൊ കുഞ്ഞു വേണ്ടാന്ന്? ചില പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. കാരണം പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം പോവും, ആകപ്പാടെ വല്ലാതെയാകും, പ്രായം പറയും, അങ്ങനെയൊക്കെ. എടാ, അങ്ങനെ എന്തേലും നിന്റെ ഭാര്യയ്ക്കുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തിനാടാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോന്നെ? എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ഒരു കുഞ്ഞു വേണമെന്നൊക്കെ പറഞ്ഞു. ആ സമയം സുധിയുടെ ഉള്ളിൽ പെടുക. സത്യങ്ങളൊക്കെ അച്ഛമ്മയോട് തുറന്നു പറഞ്ഞാലോ? താൻ്റെ അച്ഛനാൻ പോകാന്നുള്ള കാര്യം ഇപ്പോഴാണ് പറ്റിയ അവസരം. അപ്പോഴേക്കും ചന്ദ്രമതി സുധി ഇങ്ങനെ കണ്ണും കൊണ്ടൊക്കെ കാണിക്കണം, പറയരുതെന്ന്. ആ സമയം അച്ഛമ്മ ചോദിച്ചു, എന്താടി നീ എന്താ ഇവനെ നോക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല, അവള് പോയിട്ട് വിളിച്ചില്ലേന്ന് ചോദിച്ചു. വിളിച്ചായിരുന്നു. എടാ സുധി, നീ അവളെ ഒന്ന് വിളിച്ചെന്നേ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് പിന്നെ അച്ഛമ്മ, എന്താടാ നിനക്ക് വിളിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പെട്ടെന്ന് ശ്രുതിയെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തു. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, അയ്യോ അമ്മ, അവനെ കൊണ്ട് വിളിപ്പിക്കണ്ട. അവനെ കൊണ്ട് വിളിപ്പിച്ച ശ്രുതി ഫോൺ എടുക്കില്ല. അതെന്താടി അവൻ വിളിച്ച ഫോൺ എടുക്കാത്തെ? ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അവർ തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ട്. പിണക്കോ? എന്തിനാ? അത് അവൾ ബാംഗ്ലൂർക്ക് മേക്കപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം അവിടെ അടിച്ചു പൊളിച്ചിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ പറഞ്ഞു കടയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, തിരക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാ അവള് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ല. എന്നെ മാത്രമേ വിളിക്കത്തുള്ളൂ, ഞാൻ വിളിച്ചാലേ ഫോൺ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യ, നീ അങ്ങോട്ട് വിളിക്ക്. അല്ല, അത് പിന്നെ അമ്മ, നീ വിളിക്കടി, വിളിച്ചിങ്ങോട്ട് കോളുക, ഞാൻ അവളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒടുവിൽ ചന്ദ്രമതി ഫോൺ എടുത്തോണ്ട് മാറിയിട്ട് വിളിക്കുന്ന പോലെ ആക്ട് ചെയ്തു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ എന്ത് ചെയ്യാനാ, അവള് കോൾ എടുക്കുന്നില്ല, ചിലപ്പോൾ തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്തെ. ഞാൻ കുറച്ച് കഴിയുമ്പം അവളെ വീണ്ടും വിളിച്ചിട്ട് കോൾ എടുത്ത് കഴിയുമ്പോൾ അമ്മയുടെ കൊണ്ട് തരാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കലാവതി അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചോളാം, അപ്പൊ പ്രശ്നമില്ലല്ലോ. അല്ലമ്മ, അവള് തിരക്കിലാണെങ്കിൽ ഒരു തിരക്കും കാണത്തില്ല, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കലാവതി അച്ഛമ്മ വിളിക്കുകയാണ്. അങ്ങനെ അച്ഛമ്മയുടെ കോള് ഫോണിനകത്ത് കണ്ടപ്പോൾ ശ്രുതി ഞെട്ടി. ശ്രുതി മീരോട് പറഞ്ഞു, ദൈവമേ, അച്ഛമ്മയാണല്ലോ വിളിക്കുന്നേ, എല്ലാം അറിഞ്ഞിട്ടുള്ള വിളിയാന്ന് തോന്നേ, തൻ്റെ ചീട്ട് കീറിയ തന്നെ. അമ്മയെ കൊണ്ടൊക്കെ പൊറുതിയുണ്ട്, പക്ഷെ അച്ഛമ്മയുടെ സ്വഭാവം അങ്ങനെയല്ല, കള്ളത്തരം കാണിച്ചെന്ന് അറിഞ്ഞ് സഹിക്കാൻ പറ്റില്ല. അത് കേട്ട മീര പറഞ്ഞു, ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ഈ കോൾ എടുക്കത്തൊന്നുമില്ല, കോൾ എടുത്ത എന്റെ കഷ്ടകാലന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താണ്, ഞാൻ കോൾ എടുത്ത് സംസാരിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ശ്രുതി കോൾ എടുത്തില്ല. വിളിച്ചിട്ട് കിട്ടാതെ വന്നിപ്പോ അച്ഛൻ പറഞ്ഞു, എന്താന്നറിയില്ല, അവള് കോൾ എടുത്തില്ല. ചന്ദ്രമതി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ, അവള് തിരക്കിലായിരിക്കുന്ന. മുമ്പത്തെ പോലെ ഒന്നുമല്ല, രാവിലെയും രാത്രിയിലും പകലും ഒക്കെ ഇപ്പൊ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അവള് മേക്കപ്പിന് തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്തേന്ന് പറഞ്ഞു. പക്ഷെ സുധിയുടെ മുഖം കണ്ടിടം വല്ലാതിരിക്കുന്നുണ്ട്. ഇപ്പം അച്ഛമ്മയ്ക്കൊരു സംശയം, ചന്ദ്രെ വേറൊന്നും ഇല്ലല്ലോ അല്ലേ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം കണ്ട്. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എങ്കിൽ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്താണ് ചന്ദ്രമതിക്ക് ശ്വാസം വീണ് എങ്ങാനും പിടിക്കപ്പെടുവോ എന്നൊരു ഭയം മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ വർഷയാണ് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേന് ശ്രീകാന്ത് അങ്ങോട്ട് വന്നു. ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു, നീ എന്റെ മുന്നിലേക്ക് വരില്ല, നിന്നെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ശ്രീകാന്തെ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് രേവതി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വരുന്നത്. ഇത് കുടിക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും വർഷ പറഞ്ഞു, വേണ്ട ചേച്ചി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതങ്ങോട്ട് കുടിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കലാവതി അച്ഛമ്മ റെഡിയായിട്ട് അങ്ങോട്ട് വന്നു. അച്ഛമ്മ പോകുവാണെന്ന് രേവതി ചോദിച്ചു. പിന്നെ പോവാതെ അച്ഛമ്മ 2 ദിവസം നിന്നിട്ട് പോയപ്പോരെ. എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല, അറിയാലോ വയലിൽ പണിക്കാരൊക്കെ ഉണ്ട്, ഞാനിടയ്ക്ക് വരാനേ, വന്ന് നിൽക്കാന്നൊക്കെ പറഞ്ഞു. പിന്നീട് വർഷയോട് പറഞ്ഞു, മോളെ സൂക്ഷിക്കണം കേട്ടോ, അറിയാലോ, പിന്നെ രേവതി മോള് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, അങ്ങനെയൊക്കെ പറഞ്ഞ വർഷയെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. വർഷയ്ക്കാണ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ആ സമയത്ത് സുധിയുടെ മുഖമാക്കി ആകെപ്പാടെ വല്ലാതിരിക്കുക. സുധിയോട് അച്ഛൻ പറഞ്ഞു, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അപ്പൊ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. സുധിയെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, അമ്മേ സച്ചി കൊണ്ടേ വിടുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛമ്മേ ഞാൻ കൊണ്ടുവിടാം, ആ ബാഗൊക്കെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ആ സമയത്ത് അച്ഛമ്മ ചന്ദ്രമതിയോട് ചോദിച്ചു, അല്ല ശ്രുതി വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു.
ആ വിളിച്ചില്ല അമ്മ, തിരക്കായിരിക്കും. എടാ രവീന്ദ്ര, ആ, ശ്രുതി വന്നു കഴിയുമ്പോൾ അവളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. ആ ഞാൻ പറയാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ശ്രുതിയോട് ചോദിച്ചു, എടാ അവൾ എന്നാ വരുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് എന്ത് പറയണം, മറുപടി പറയണമെന്ന് അറിയത്തില്ല ശ്രുതിക്ക്. പെട്ടെന്ന് ചന്ദ്രമതി ചാടിക്കയറി പറഞ്ഞു, അവൾ നാളെ വരുമെന്ന് പറഞ്ഞു. നാളെ വരുമല്ലോ അല്ലേ? നാളെ വരും, എങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞിട്ടാണ് ചന്ദ്രമതി പോകുന്നത്. ചന്ദ്രമതി പോയി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചന്ദ്രമതിയല്ല, കലാവതി അച്ഛമ്മ പോകുന്നേ. കലാവതി അച്ഛമ്മ പോയി കഴിഞ്ഞ ഉടനെ രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഈ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്റെ അമ്മ വിശ്വസിച്ചെന്നാണോ നീ വിചാരിക്കുന്നേ? 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ എന്റെ അമ്മ ഇങ്ങോട്ടേക്ക് ഒരു വരവ് വരും, നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കും. അപ്പം നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, അറിയാലോ. ശ്രുതി ഇവിടെ ഇല്ല, നീ പറഞ്ഞത് കള്ളത്തരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ മേലെ കീഴ് നോക്കാനുണ്ടായിരിക്കില്ല. അതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് വെച്ചാൽ നീ തന്നെ അനുഭവിച്ചോണം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. വല്ലാത്ത ടെൻഷനായി പോയി ചന്ദ്രമതിക്ക്. പിടിക്കപ്പെടുവോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താണേലും പോയി കിട്ടിയില്ലോ. പിന്നീട് ഭാമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാമേ, ഇപ്പോഴാ അമ്മയെന്ന് ഇറങ്ങിയത്. എനിക്ക് ഇത്രയോ സമയം ടെൻഷനായിരുന്നു, എന്തായി തീരുമെന്ന് ഓർത്തിട്ട്, എങ്ങാനും കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് ഓർത്തിട്ട്. എന്തായാലും പോയല്ലോ, സമാധാനമായില്ലേ ചന്ദ്രേ? ആ സമാധാനമായെന്ന് പറഞ്ഞു. പക്ഷെ സമാധാനം പോയ ഒരാളുണ്ടായിരുന്നു, സുധി പോയി ആലോചിക്കുവാണ്. അച്ഛമ്മ വന്നപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാന്ന്. ആ പ്രതീക്ഷയും പോയി. ഇങ്ങനെയെങ്കിലും അവളെ ഒന്ന് പോയി കാണണം. തന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റ് വളരുന്നത്. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുവാണെങ്കിൽ അച്ഛമ്മ പറഞ്ഞ സ്വത്തുക്കൾ തനിക്ക് കിട്ടും. വർഷ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് ശ്രുതി പ്രഗ്നന്റ് ആയതായിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അച്ഛമ്മ തരുന്ന സ്വത്തുക്കൾ മൊത്തം കൈയടക്കണം എന്നൊക്കെ ഒരു ചിന്ത അത്യാഗ്രഹം ശ്രുതിയുടെ മനസ്സിലുണ്ടായി. പക്ഷെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അമ്മ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രയെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി എന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത്? അവളെ വിളിച്ചോണ്ട് വരാനായിട്ട് അമ്മ അനുമതി തരണമെന്ന് പറഞ്ഞു. എന്താടാ നീ പറഞ്ഞേ? അവളെ വിളിച്ചോണ്ട് വരാനാണോ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. എടാ, അവളെ പോലെ ചതി ചെയ്യുന്ന ഒരുത്തി എങ്ങനെയാടാ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരുന്നേ? അതല്ലമ്മേ. പിന്നെയോ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛമ്മ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ കുടുംബത്തിൽ ആദ്യം പിറക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛമ്മയുടെ പകുതി സ്വത്തുക്കൾ കൊടുക്കൂന്ന്. അങ്ങനെയാണെങ്കിൽ ആ സ്വത്തുക്കൾ എനിക്ക് കിട്ടില്ലേ? അമ്മ ആഗ്രഹിച്ചു അതല്ലേ, എനിക്ക് സ്വത്തുക്കൾ കിട്ടണമെന്ന്. അമ്മ അവളെ വിളിച്ചോണ്ട് വന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. എടാ, കാര്യമൊക്കെ കാര്യം തന്നെ. പക്ഷെ അവള് പ്രഗ്നന്റ് ആണെന്ന് നിനക്കെന്താ ഉറപ്പ്? അതുകൊണ്ട് അവളെ വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ അങ്ങനെ പറയരുതമ്മേ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകൻ ഞാനല്ലേ? ഞാൻ നന്നായി കാണല്ലേ അമ്മ ആഗ്രഹിക്കുന്നേ. അമ്മ ഞാൻ ഒന്ന് അവളെ പോയി വിളിച്ചോണ്ട് വന്നാട്ടെ. ചന്ദ്രമതി, ശരി എങ്കിൽ നീ പോയി വിളിച്ചോണ്ട് വരെ. ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതെ നീ തനിച്ചു പോകണ്ട, ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. താങ്ക് യു അമ്മേ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് തിരിയുമ്പത്തേനും ചന്ദ്രമതി വിളിച്ചു, ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഒരൊറ്റ അടിയായിരുന്നു കർണം തീർത്ത്. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ സമ്മതിക്കൂന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എങ്ങാനും അവളെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ കാണത്തില്ല. അവളെ പോലെ ചതിയെന്ന് ഒരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല. എടാ, അവള് പ്രഗ്നന്റ് ആണെന്ന് എന്താ ഉറപ്പിരിക്കുന്നേ? വല്ല റിപ്പോർട്ടും കാര്യങ്ങളും നിന്നെ കാണിച്ചിട്ടുണ്ടോ? ഇല്ലമ്മേ. എന്തിനാ അവളങ്ങനെ കള്ളത്തരം പറയുന്നേ? അവള് പറയില്ല. പിന്നെ കള്ളത്തരം പറയാഞ്ഞിട്ടാണല്ലോ അവള് ഈ വീട്ടിലേക്ക് കയറി വന്നത്. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവൾ എത്ര വലിയ കള്ളിയാന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലേ നീ? എന്നിട്ടാണ്ടോ ഇങ്ങനെ പറയണമെന്നൊക്കെ ചോദിച്ചോണ്ട് കുറെ ചീത്ത പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോയി. ശ്രുതിയാണ് കവളും തിരുമ്പി നിൽക്കുവാണ്. തന്റെ അടവുകളും അഭ്യാസങ്ങളൊന്നും അമ്മയുടെ അടുത്ത് ഏൽക്കില്ലെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ വിളിച്ചോണ്ട് വരും? എന്തേലും തന്ത്രം ഒപ്പിക്കണം. പക്ഷെ എന്ത് ചെയ്യാനാ? അമ്മ അതൊന്നും സമ്മതിക്കില്ലെന്ന് ഓർത്തോണ്ട് ശ്രുതി ആകെപ്പാടെ വിഷമിക്കുവാണ്. ഇതേ സമയത്ത് ശ്രുതിയും മീരയും കൂടെ ദേവു ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ദേവു പെട്ടെന്നൊന്ന് വരണം. അപ്പൊ ദേവുവിനെ കൊണ്ട് ഒരു കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാ. ദേവു താങ്കളെ ഇവിടെ കാണുവാണെ എന്താ ഏതാന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നാന്നും താൻ പ്രഗ്നന്റ് ആണെന്നും പറയണം. അങ്ങനെ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും രേവതി ചേച്ചിയെ വിളിച്ച് ദേവു കാര്യങ്ങളൊക്കെ പറയും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. മീര ചോദിച്ചു, നമ്മുടെ പ്ലാൻ വർക്ക് ആകുമോ? വർക്ക് ആവുന്നേ കണ്ടോ, ദേവു വരും. അല്ലെങ്കിൽ അവള് വല്ല ലീവും ആയിരിക്കുമോ? ലീവ് ഒന്നും ആയിരിക്കില്ല, നീ കണ്ടോ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ദേവു അവിടേക്ക് വന്നു. ദേവുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മീര പറഞ്ഞു, തെങ്ങ് നോക്കുക, അതേ ദേവു വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദേവനെ കണ്ടു കഴിഞ്ഞപ്പോൾ മീര അങ്ങോട്ട് ചെന്നു. മീരയെ കണ്ടെന്ന് ചിരിച്ചു കാണിക്കുക മാത്രമേ ദേവു ചെയ്തുള്ളൂ. പെട്ടെന്ന് മീര പറഞ്ഞു, അയ്യോ ദേവു ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ മറന്നുപോയെന്ന് പറഞ്ഞു. അല്ല എന്താ കാര്യം? അല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറെ കുറച്ച് പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞു. ലക്ഷ്മി പ്രിയ ഡോക്ടറെ ഗൈനക്കോളജിസ്റ്റിന് ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? കൺഗ്രാസ് എന്ന് പറഞ്ഞു മീരയോട്. അയ്യോ എനിക്കല്ല വിശേഷം, പിന്നെ ആർക്കാ? അത് ഇവൾക്ക് അത് പറഞ്ഞു ശ്രുതിക്ക്.
ദേവുവിന് അങ്ങോട്ട് അത്രയ്ക്ക് ഇത് പിടുത്തം വന്നില്ല. ദേവു ഒന്നും മൈൻഡ് ചെയ്തിരുന്നു. അതെ, എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ദേവ് പറഞ്ഞു, ആ ആണോ, എങ്കിൽ ശരി എന്നും പറഞ്ഞിട്ട് ദേവു പെട്ടെന്ന് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതെ അവൾക്ക് എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത പോലെ. മീര പറഞ്ഞു, അതാ ഞാനും ആലോചിക്കുന്നേ. എടി എന്നാലും സാരമില്ല, ഇപ്പൊ തന്നെ അവള് വിളിച്ചിട്ട് രേവതിയോട് കാര്യങ്ങളൊക്കെ പറയും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. ഉറപ്പാണോ? അല്ല, എനിക്ക് ഉറപ്പുണ്ട്, പറയുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. ദേവു വിളിക്കുന്ന നോക്കിക്കൊണ്ട് ഇപ്പം വിളിക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്. ഈ സമയത്ത് രേവതിക്കാണ് ആകെപ്പാടെ ടെൻഷനായിരുന്നു. രേവതി വീടൊക്കെ തുടയ്ക്കുവാണ്. സച്ചു എന്നിട്ട് എന്ത് പറ്റി? സാധാരണഗതി നല്ല ഉഷാറോടുകൂടി ജോലി ചെയ്യുന്നാണല്ലോ, ഇന്നെന്താ? അത് പിന്നെ സച്ചേട്ടാ, വർഷം ശ്രുതിയൊക്കെ പ്രഗ്നന്റ് ആയി, നമുക്ക് മാത്രം എന്താ ഒരു ഇതില്ലാത്ത ഒരു കുഞ്ഞില്ലല്ലോ, നമ്മുടെ എല്ലാം ആദ്യം കല്യാണം കഴിഞ്ഞെന്നൊക്കെ ചോദിച്ചു. അത് സാരമില്ല, സമയമായിട്ടില്ല എന്ന് വേണം കരുതാൻ. സച്ചേട്ടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടാലോന്ന് ചോദിച്ചു. അതെന്താ? അല്ല, ഡോക്ടറെ കാണുവാണെങ്കിലേ അതിപ്പോ വേണോ രേവതി, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ. അല്ല, ശ്രുതിയുടെ കാര്യം എങ്ങനെയാന്ന് അറിയത്തില്ല, അവള് ചിലപ്പോ കള്ളത്തരം പറയുന്നതായിരിക്കും രേവതി, അത് നമ്മളങ്ങോട്ട് വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞു. കള്ളത്തരമൊന്നും അല്ല സച്ചേട്ടാ, അവള് പ്രഗ്നന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് രേവതിയുടെ ഫോൺ ബെല്ലടിക്കുന്ന. ദേവു ആയിരുന്നു. ആ എന്താ ദേവു? ആ രേവതി ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ച. അതെന്താ? അല്ല, ശ്രുതി അടുത്ത് പ്രഗ്നന്റ് ആണോന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഈ സമയത്ത് ശ്രുതിയും മീരയും കൂടെ പമ്മി വന്നു നിന്ന് അത് കേൾക്കുവാണ്. രേവതിയോട് ദേവു വിളിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു വെച്ച് ചിന്തയായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.